നമസ്കാരം. മീഡിയ സെന്ററിന്റെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്കൊരു സവിശേഷ അതിഥിയുണ്ട്. ഭാരതം ലോക ആരോഗ്യ രംഗത്ത് അമൂല്യമായ സംഭാവനയായി നൽകിയ ആയുർവേദത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുല്ലശ്ശേരി വൈദ്യമന്ദിരം ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറായിട്ടുള്ള ലൈസ ബിജോയാണ്. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. എന്തായാലും ഇന്നത്തെ പോഡ്കാസ്റ്റിൽ അതിഥിയായി ഡോക്ടറെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദീർഘകാലങ്ങളായിട്ട് ആയുർവേദ ചികിത്സാ രംഗത്ത് വളരെ സജീവമാവുകയും അതോടൊപ്പം തന്നെ ഒരുപാട് രോഗികളുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്താണ് ആയുർവേദ രംഗത്തേക്ക് വരാനായിട്ട് ഡോക്ടർ ലൈസ ബിജോയ്ക്ക് പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ? ചെറുപ്പം മുതലേ അതിലാണ് ജീവിച്ചത്, കളിച്ച് വളർന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഭാവി എന്ന് കൊച്ചിലെ മുതലേ തീരുമാനിച്ചിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് രണ്ടുപേരും ആരോ ഡോക്ടേഴ്സാണ്. അപ്പാപ്പൻ നേത്ര ചികിത്സകനുമായിരുന്നു, സംസ്കൃത വിദ്വാനുമായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ചികിത്സാ രീതി. തലമുറകളായിട്ട് ഡോക്ടറുടെ കുടുംബം ആയുർവേദ രംഗത്ത് വളരെ സജീവമാണ്. അതിനുശേഷം പപ്പയമ്മയും കോട്ടയത്തെ ഹോസ്പിറ്റൽ, എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളി കോട്ടയത്താണ്. അപ്പൊ അവിടെ പപ്പയമ്മ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു 82-ല്. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പപ്പയുടെയും അമ്മയുടെയും ക്ലിനിക്കൽ പ്രാക്ടീസുകളിലൊക്കെ ഒരു സന്തത സഹചാരിയായിരുന്നു ഞാൻ. കുട്ടിക്കാലം മുതലേ രോഗികളുമായിട്ടുള്ള ഇടപഴകലുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോ ആ വികൃതി ആയിരുന്നുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്നെ കൂടെ കൂട്ടും. ബാക്കി അനിയനും അനിയത്തിയൊക്കെ അവര് വീട്ടില് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എന്നെ കൂടെ കൂട്ടിയിട്ടായിരിക്കും എല്ലായിടത്തും പോവുക. അവര് ഹോസ്പിറ്റലുകള്, ബ്രാഞ്ചുകൾ എവിടെ തുടങ്ങിയാലും അവിടേക്ക് ഇവരുടെ കൂടെ ഞാനായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എല്ലാം അന്ന് തൊട്ടേ പേഷ്യൻസിനെ കണ്ടും കേട്ടും അവരോട് ഇടപെട്ടും ഒക്കെ പഠിച്ചിട്ടാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്ത് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാരതം ലോക ആരോഗ്യ രംഗത്ത് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഈ ആയുർവേദം തന്നെ നമുക്ക് രണ്ട് തട്ടുകളായിട്ട് തിരിക്കാം. ഒന്ന്, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു രീതി. പക്ഷെ ആയുർവേദത്തിന് സവിശേഷമായ മറ്റൊരു രീതി, രോഗം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്ന ഒരു ജീവിത ശൈലിയായിട്ടാണ് പലപ്പോഴും ആയുർവേദത്തെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആയുർവേദത്തിന്റെ വിമർശകർ പറയുന്ന ഒരു കാര്യം, ആയുർവേദത്തിൽ ഒരു രോഗം നമ്മൾ കണ്ടെത്തി അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് സമയമെടുക്കുന്നു എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. എന്താണ് അങ്ങനെയുള്ള പറച്ചിലുകൾക്ക് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാം. ആയുർവേദം ഇപ്പോ വെൽനസ്സും ഇൽനെസ്സും രണ്ടും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യം. രോഗം വന്നാൽ രോഗശമനം, രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണ ചികിത്സ. ഈ സംരക്ഷണ ചികിത്സയെക്കുറിച്ച് പൊതുവെ പൊതുജനങ്ങൾക്ക് അത്രയധികം അറിവില്ല. അറിവുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യമുള്ള നല്ല രോഗാവസ്ഥ വന്നിട്ടേ നമ്മുടെ ആളുകൾ ഡോക്ടറെ കാണാൻ ചെല്ലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സംരക്ഷണ ചികിത്സയെക്കുറിച്ച്, അല്ലെങ്കിൽ ശരീരത്തെ ശുദ്ധീകരിച്ച് ആരോഗ്യം നിലനിർത്തുന്ന ചികിത്സയെ കുറിച്ച് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സയൻസ് ആണെങ്കിൽ കൂടി ഇന്ത്യയിൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഈ ശാസ്ത്രത്തിന്റെ ഈ പ്രിവെന്റീവ് ഭാഗം അറിയുള്ളൂ. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് തന്നെ പലരും അത് ഉപയോഗിക്കാറില്ല. എപ്പോഴും രോഗികളായിട്ട് തന്നെയാണ് ആയുർവേദം തുടങ്ങുന്നത്. പലപ്പോഴും ഡോക്ടേഴ്സിനെ എല്ലാവരും കാണാൻ വരിക. വൈദ്യന്മാരെ ആയാലും ഇപ്പോ അലോപ്പതിയിലായാലും ഹോമിയോയിലായാലും എല്ലാവരും ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നത് രോഗം വന്നു കഴിയുമ്പോഴാണ്. പ്രിവെന്റീവ് ആയിട്ട് കാണാൻ എന്ന് തുടങ്ങിയോ അന്ന് നമ്മുടെ നാട്ടിൽ അത്രയധികം ഈ വെൽനസ് സെന്റേഴ്സ് എണ്ണം കൂടും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പോയിന്റ്, പ്രിവെന്റീവായിട്ട് എന്ന് മുതൽ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് ഇപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടില്ലെങ്കിലും പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവർ നമ്മുടെ നാട്ടിൽ വന്ന് ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സയ്ക്ക് വിധേയരാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് വന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ആയുസ്സുമായി ബന്ധപ്പെട്ട ഒരു നാമം തന്നെയാണ്. ഭാരതത്തിന്റെ ഈ ചികിത്സാ രീതി മറ്റ് ചികിത്സാ രീതികളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെലവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ചെലവ് കുറഞ്ഞ ചികിത്സാ രീതിയായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? ആയുർവേദം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കഷായം, തൈലം, എണ്ണ, കൊഴുമ്പ്, ലേഹ്യം അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളിൽ ഒതുങ്ങുന്നതല്ല, നമ്മുടെ ജീവിതശൈലിയാണ്. അപ്പൊ ജീവിതശൈലിയെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് ഒരു ധ്യാനം പോലെ കൊണ്ടുനടക്കേണ്ട ഒന്നാണ് ആയുർവേദത്തിനെ നമ്മൾ പാലിച്ചു പോകേണ്ടത്. അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ഇപ്പോ പലപ്പോഴും പേഷ്യൻസിന്റെ സംശയമാണ്, ആയുർവേദം പ്യോർ വെജിറ്റേറിയൻ ആണോ? ഒരിക്കലും അല്ല.
ആയുർവേദം നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും എല്ലാം എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ട്. ഓരോ ശരീരത്തിനും വേണ്ടുന്ന ഒരു അളവുണ്ട്. ആ അളവിൽ അമിതമായാലും ആ അളവിൽ കൊടുക്കാതായാലും രണ്ടും രോഗകാരണമാവും. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ കൊടുക്കാതിരുന്നാലും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈല്, ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യായാമ മുറ, അത് ഉറക്കം, നമ്മുടെ ജലപാനം, ശോധനക്രമം, ഇങ്ങനെയെല്ലാം ബാലൻസ്ഡ് ആവുമ്പോഴാണ് ഹെൽത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുക. മെന്റൽ വെൽനസ് പോലും ഇന്ന് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദമാണ് ആളുകൾക്കുള്ളത്. അതുവരെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഒരു നമ്മുടെ ത്രിദോഷങ്ങളായിട്ടുള്ള വാദം, പിത്തം, കഫം എന്നീ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്? ആയുർവേദത്തിലെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ത്രിദോഷം, വാദം, പിത്തം, കഫം, അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളത്. ഇത് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അറിവുണ്ടാവണം, എന്നാലേ അവർക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത്രയധികം ആയുർവേദ കോളേജുകൾ വന്നിട്ട് ഇത്രയധികം ആയുർവേദ ഡോക്ടേഴ്സ് പുറത്തിറങ്ങിയിട്ടും പൊതുജനത്തിന് ഇന്നും വാദവും പിത്തവും കഫവും അവയർനെസ് ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഏതൊരു ആയുർവേദ ഡോക്ടറുടെയും ഡ്യൂട്ടിയാണ്. ഇത് ബാലൻസ് ചെയ്താൽ നമുക്ക് രോഗമില്ലാത്തൊരു കണ്ടീഷനിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ആയുർവേദ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പങ്കുവയ്ക്കുന്ന കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് വൈദ്യമന്ദിരം ആയുർവേദിക് ഹോസ്പിറ്റൽ. എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം? 2010 ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂരായിരുന്നു. 2010 നമ്മൾ പാവറട്ടിയിൽ വന്ന് ക്ലാസിക്കൽ ആയുർവേദ എന്ന ബ്രാൻഡിലാണ് നമ്മളുടെ ആദ്യത്തെ ആരംഭം. അതിനുശേഷം ക്ലാസിക്കൽ ആയുർവേദ ഒരു മാനുഫാക്ചറിങ് ഡിവിഷൻ ആയിട്ട് മാറുകയും വൈദ്യമന്ദിരം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഹോസ്പിറ്റലായിട്ട് മാറുകയും ചെയ്തു. പ്രൈവറ്റ് ലിമിറ്റഡ് ഹോസ്പിറ്റലായപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഹെൽത്ത് സെഗ്മെന്റിൽ പുതിയ കാൽവയ്പ് നമുക്ക് വെക്കാൻ ഒരു കൂട്ടായ ശ്രമം എന്നുള്ള രീതിയിലാണ് വൈദ്യമന്ദിരം രൂപപ്പെട്ടത്. നിലവിൽ എവിടേക്കാണ് വൈദ്യമന്ദിരം പ്രവർത്തിക്കുന്നത്? തൃശ്ശൂർ തന്നെ നമുക്ക് 6 ബ്രാഞ്ചുകളുണ്ട്. 6 ബ്രാഞ്ചുകളുണ്ട്. അതേപോലെ ജർമ്മനിയിൽ നമുക്കൊരു നിസർഗ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകും. ഈ ആയുർവേദത്തില് പലപ്പോഴും മരുന്നുകളോടൊപ്പം തന്നെ ഇപ്പൊ ഡോക്ടർ നേരത്തെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിന്റെ കാര്യത്തിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അതില് ഈ പദ്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ആയുർവേദത്തില്? ഇന്നൊരു പേഷ്യന്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ബോഡി സോറിയാസിസ് ഉള്ള ഒരു പേഷ്യന്റ് 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആള് തിരിച്ചു പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ സമയത്ത് ആളുടെ ഫാദർ എൻ്റെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ചത്, ഡോക്ടറെ, മകന് മട്ടൺ എത്ര ക്വാണ്ടിറ്റി കഴിക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. അതായത് നമ്മൾ അബദ്ധ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അബദ്ധ്യങ്ങളിലേക്കാണ് കൂടുതൽ വ്യഗ്രത. ഇത്രയും ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ട്രീറ്റ് ചെയ്ത് ആ ബോഡിയിലെ ലീഷൻസ് ഒന്നും ഇല്ലാതെ മകൻ പോകുമ്പം ആ ഫാദറിന് നല്ല സന്തോഷമാണ്. പക്ഷെ സന്തോഷത്തിനകത്തുനിന്ന് ആദ്യം വരുന്ന ചോദ്യം ഇതാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് താങ്കളത് ചോദിക്കണേ? ഏതൊക്കെ പച്ചക്കറിയാണ് ഡോക്ടർ എന്റെ മകന്റെ ഡയറ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഉൾപ്പെടുത്തേണ്ടത് എന്നൊരു ചോദ്യം വന്നില്ല. അപ്പൊ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അപ്പോൾ അതില് നമ്മുടെ ശീലങ്ങളാണ് പലതും. അപ്പൊ നമ്മുടെ ശീലങ്ങളിലേക്കാണ് നമുക്ക് എപ്പോഴും ഇഷ്ടങ്ങൾ ഉണ്ടാവുക. പക്ഷെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വരാനുള്ള കാരണം ഇതൊക്കെയാണെന്ന് മനസ്സിലായാൽ അത് മാക്സിമം നമ്മൾ കുറച്ചു കൊടുക്കുക. രോഗകാരണമാകുന്ന ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. രോഗശമനത്തിന് ഉതകുന്ന ഭക്ഷണം എപ്പോഴും ഒരു ഫ്യൂവൽ ആണല്ലോ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു എഞ്ചിന് ഒരു കംപ്ലൈന്റ് ഉള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കില്ല. കാരണം എന്താ? എഞ്ചിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം. അതേപോലെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അത് രോഗം വരാതിരിക്കാൻ, വന്ന രോഗത്തെ മാറ്റി നിർത്താൻ, ഇതിനൊക്കെ സഹായിക്കുന്ന ഭക്ഷണമായിരിക്കണം നമ്മുടെ ഡയറ്റ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ പൊതുവായിട്ട് കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് മെഡിക്കൽ ടൂറിസം. ഈയിടെയായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനുപരിയായിട്ട് നമ്മുടെ ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വൈദ്യമന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് കൂടുതൽ നമുക്ക് അങ്ങനെ പാക്കേജുകൾ, ഇപ്പൊ മൺസൂൺ പാക്കേജുകൾ പോലുള്ള പാക്കേജുകൾ ഉണ്ടാവും. വെൽനസ് പാക്കേജുകളെക്കാൾ ഉപരി ഇൽനെസ്സിനാണ് ഫോറിൻ ഗസ്റ്റുകൾ കൂടുതൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. പലപ്പോഴും അത് റെഫറൻസുകളായിരിക്കും. അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട്, ചിലപ്പം മാരി ചെയ്ത ഒരു ഫാമിലി എന്നുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കും. അങ്ങനെ പലരും കണക്ഷനിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ വരുന്നത്. പിന്നെ ഇതില് അവര് നമ്മളെക്കാളും എഡ്യൂക്കേറ്റഡ്.
നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാളും വളരെ കൂടുതലായിട്ട് അവരിൽ ആയുർവേദം എത്തിയിട്ടുണ്ട്. അവർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി, യൂറോപ്യൻസിന്റെ ഇടയ്ക്കായാലും ജർമ്മൻസിന്റെ ഇടയ്ക്കായാലും ഒക്കെ അവർ നന്നായിട്ട് ആയുർവേദത്തെ കുറിച്ച് പഠിച്ചിട്ടാണ് അവർ വരുന്നത്. വരുമ്പോൾ അവർ ചിലപ്പം ചില കാര്യങ്ങൾ പ്ലാൻഡ് ആയിട്ടാവും. ഇപ്പൊ പ്രോപ്പർ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയി അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അവർ പഠിച്ചു വരുന്നത്. ഞാൻ ഈ അടുത്തൊരു ബി എഡ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടെ വാദം പിത്തം കഫം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല. അപ്പൊ അവരെല്ലാരും കൂട്ടച്ചിരിയായിരുന്നു. ചിരിയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്സ് ആണ്, അതറിയില്ല. പ്രാഥമിക തത്വമാണ് ആയുർവേദത്തിൽ. അതേസമയം ഇത് ഞാൻ ഒരു കൊച്ചു ഗ്രൂപ്പ് ആയുർവേദം അറിയാവുന്ന നാട്ടിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയോടാണ്, ഒരു ഫോറിൻ കമ്മ്യൂണിറ്റിയോടാണെങ്കിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മളുടെ ഒരു പോരായ്മ തന്നെ. ഇനിയും മലയാളികൾ കൂടുതൽ ആ രംഗത്ത് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ഡോക്ടർ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ ഇതിനോടകം സുദീർഘമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിൽ ഓരോ അസുഖങ്ങളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം. പലപ്പോഴും ആളുകൾ കൃത്യമായിട്ട് സോറിയാസിസിന്റെ ആരംഭം മനസ്സിലാക്കാത്ത ഒരു അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പൊ ഡാൻഡ്രഫ് ആണോ സോറിയാസിസ് ആണോ എന്നറിയാത്തത്. അപ്പൊ ഈ സോറിയാസിസിന്റെ ഈ പ്രാരംഭ ലക്ഷണങ്ങളെ കുറിച്ച് എങ്ങനെയാണ് അത് ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? സോറിയാസിസ് ഇപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരു 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആൺകുട്ടികളിലാണ്. അതില് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയധികം നൈറ്റ് ലൈഫ് ഒക്കെ തുടങ്ങി, അത്രയധികം ജങ്ക് ഫുഡ്സിന്റെ സ്റ്റോൾസ് അവൈലബിൾ ആണ്. ഇവരുടെ കയ്യിലെല്ലാം 20-30 വയസ്സ് ഇടയ്ക്ക് പ്രായമാകുമ്പോഴാണ് അവരുടെ ഒരു സഫീഷ്യന്റ് എമൗണ്ട് കിട്ടി തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിച്ച് അത് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോവാന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു ഭക്ഷണക്രമം. തീർച്ചയായിട്ടും ഇതിനൊരു വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട്. ഈ ഡാൻഡ്രഫ് ആണ് ഡോക്ടറെ, പക്ഷെ എന്ത് ലോഷൻ ഒഴിച്ചിട്ടും എന്ത് ഷാമ്പൂ ചെയ്തിട്ടും മാറുന്നില്ല. പലതരത്തിലുള്ള ഷാമ്പുകൾ മാറി മാറി ഉപയോഗിച്ചു, ഡോക്ടേഴ്സിനെ കണ്ടു, എന്നിട്ടും കുറയുന്നില്ല. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡാൻഡ്രഫ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷനോ ഇത് ഏതായാലും ഇതിനെ എക്സ്റ്റേണൽ മാത്രം ചെയ്തുകൊണ്ടായില്ല. നമ്മുടെ ബോഡിയുടെ പ്യൂരിഫിക്കേഷൻ വളരെ വാല്യുബിൾ ആണ്. അതിനോടൊപ്പം തന്നെ മെന്റൽ വെൽനസ്. അതായത് ആയുർവേദം എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ഒത്തുചേരുന്ന ഒരു ചികിത്സാ രീതിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെന്റൽ സ്ട്രെസ് എത്രത്തോളം ഇതിന് ഒരു കാരണമാണെന്ന് പറയാം. ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ ഭക്ഷണക്രമത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നതും ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നില്ലേ? വലിയ ഫാക്ടറാണ്. കാരണം ഈ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനല്ലല്ലോ. അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രോഗമാണ്. എന്നാലും ഇതിനെ നമുക്ക് ഭംഗിയായിട്ട് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ഒരു പക്ഷേ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആയുർവേദത്തിൽ എന്തൊക്കെ രീതികളിലൂടെയാണ് സോറിയാസിസിനെ നമ്മൾ നേരിടുന്നത്? നമ്മുടെ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ് ആണ്. ബോഡിയുടെ പ്യൂരിഫിക്കേഷൻ ഇല്ലാതെ നമുക്കൊരു ശമന ചികിത്സ ഇല്ല. ആദ്യം ശുദ്ധീകരണം, ശരീരത്തിന്റെ ശുദ്ധീകരണവും മനസ്സിന്റെ ശുദ്ധീകരണം ഒപ്പം കൊടുക്കും. ഇതില് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചില സോറിയാറ്റിക് പേഷ്യൻസ് ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര മെന്റൽ സപ്പോർട്ട് കൊടുത്താലും എപ്പോഴെങ്കിലും ഒക്കെ അവരുടെ ബോഡിയിൽ 1-2 ലീഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മെന്റലി ഡൗൺ ആവുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കഴിയുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നന്നായിട്ട് നമ്മൾ അവരെ അവെയർ ആക്കിയിട്ടാണ് വിടുക. ഇത് ഇൻ കേസ് നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കുറഞ്ഞത് മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കായിരിക്കും. കുറച്ചും കൂടി അവയർനെസ് നമുക്ക് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് സോറിയാസിസിന്റെ കേസിൽ നന്നായിട്ടുണ്ട്. കാരണം അവർ മെന്റലി അത്രയും നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു ഏജ് കാറ്റഗറി ഇപ്പൊ കൂടി വരുന്ന, അതായത് സോറിയാസിസ് പേഷ്യൻസ് കൂടി വരുന്ന ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 20-നും 35-നും ഒക്കെ ഇടയിലുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കരിയറിനെ വളരെയധികം ബാധിക്കുന്ന, അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമായിട്ടാണ് അവർ കാണുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഈ ഇടയ്ക്ക് ഒരു ആൺകുട്ടി, ചെറിയ പയ്യനാണ്, ഈ പറഞ്ഞ പോലെ 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടിയാണ്. ഈ പയ്യൻ എൻ്റെ അടുത്ത് ഒ.പിയിൽ വരുമ്പോൾ ഫാദറിനെ കൂട്ടിയിട്ടാണ് വന്നത്. അപ്പൊ എത്ര ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടും കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്നില്ല, കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പോൾ 2-2.5 മണിക്കൂർ ഞാൻ സമയം എടുത്തു ആ കുട്ടീനെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട്. പക്ഷെ അത്രയും ഞാൻ സമയം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കുട്ടി അഡമണ്ടായിട്ട് എന്തോ ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുക. അപ്പൊ ലാസ്റ്റ് ഞാൻ ഫാദറിനോട് പറഞ്ഞു, ആ കുട്ടിക്ക് കൗൺസിലിങ്സ്, ഡിഫറെന്റ് സെഷൻസ് കൊടുക്കണം ആദ്യം, അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലുമൊക്കെ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം
കുട്ടിക്ക് സോറിയാസിസിന്റെ കാരണം ഇന്നത്തെ കാലത്ത് ഹിസ്റ്ററി മുഴുവൻ വായിച്ചു മനസ്സിലാക്കിയിട്ട് ഉം. ഇനി ഇതെന്റെ ശരീരത്തിൽ പോവില്ല എന്നുള്ള കുറച്ച് തീരുമാനം മുൻവിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടി വന്നേക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ കുട്ടിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. അതാണ് ഫാദർ പറഞ്ഞത്. കല്യാണം ആലോചിക്കുന്നുണ്ട്, അത് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ ഈ കുട്ടിക്ക് എന്റെ അടുത്ത് വന്നിട്ടും ഞാനും ഇതിന് റീഒക്കറൻസ് ചാൻസ് ഉണ്ടാവും എന്നാണോ പറയുന്നത്, അതോ ഇനിയും പൂർണ്ണമായിട്ട് മാറും എന്നാണോ പറയുന്നതെന്ന് മാത്രം ചോദിച്ചറിയാനാ വന്നത്. കണ്ണൂരിന്നാ വന്നേക്കുന്നത്. അപ്പോ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടിക്ക് കൗൺസിലിംഗ് സെഷൻസ് ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമുക്കിനി ബോഡി പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അഡ്വൈസ് ആണ് ഇപ്പോൾ കൊടുത്തു വിട്ടിട്ടുള്ളത്. സോറിയാസിസ് പോലെ തന്നെ പല രോഗവിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭീകരാവസ്ഥ പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ സിരകളൊക്കെ ഭയങ്കര തടിച്ച് വരുന്ന ഒരു അവസ്ഥ. എന്താണ് ശരിക്കും വെരിക്കോസിസ് വരാനായിട്ടുള്ള ഒരു കാരണം? ഈ വെരിക്കോസ് വെയിൻ വരുന്നത് പലപ്പോഴും പാരമ്പര്യമായിട്ട് ഉണ്ടാവാം. പാരമ്പര്യമായിട്ടുള്ളത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ വിസിബിളി ആ വെയിൻ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ജീവിതശൈലി, പണ്ടൊക്കെ ഈ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കായിരുന്നു കൂടുതൽ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ. അധ്യാപകർ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ട്രാഫിക് പോലീസ്, സെയിൽസിലുള്ളവർ, ഇപ്പൊ ഇവർക്കൊക്കെയാണ് കൂടുതൽ കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതും നമ്മുടെ ജീവിതശൈലിയായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ഇൻടേക്ക് വളരെ ഹൈ ആവുകയും നമ്മുടെ ബോഡിയുടെ ഫിൽട്രേഷൻ മെക്കാനിസത്തിനൊന്നും പറ്റാവുന്നതിനേക്കാളും അതീതമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റുകളൊക്കെ നമ്മുടെ ഉള്ളിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടാൻ ചാൻസ് ഉള്ള ഒരു രോഗാവസ്ഥ തന്നെയാണ് വെരിക്കോസ് വെയിനും അതിന്റെ കോംപ്ലിക്കേഷൻസും. അപ്പോൾ പണ്ടൊക്കെ ഈ രക്തവാദം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. നമ്മൾ വെരിക്കോസ് വെയിനെ കാണുന്നത് രക്തവാത ഗണത്തിലുള്ള രോഗമായിട്ടാണ്. അപ്പോൾ സിരാഗ്രന്ഥി എന്നൊക്കെ പറയുന്ന രോഗത്തിനെ നമ്മൾ ചികിത്സിക്കുക ഭക്ഷണത്തിൽ നല്ലോണം മാനേജ്മെന്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അവർക്ക് വെരിക്കോസ് വെയിനെ പ്രിവെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ മോഡേൺ ട്രീറ്റ്മെന്റ്സ്, സ്ക്ലിറോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു വരുന്ന പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചൊറിഞ്ഞു പൊട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ മുറിവ് ഉണങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ വരിക. ഇതിനകത്ത് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞു വന്ന പേഷ്യൻസ് ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലും കറക്ഷനും അതിനോടൊപ്പമുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ഈ ട്രീറ്റ്മെന്റും അവർ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നാൽ അവർക്ക് പിന്നീട് സ്ക്ലിറോതെറാപ്പി കഴിഞ്ഞ കാലുകളിൽ പോലും വീണ്ടും പൊട്ടാതിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. കുറെ പേഷ്യൻസ് കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഈ ട്രീറ്റ്മെന്റ് ആയി ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാവും വരാം. വന്നു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ചൊറിഞ്ഞു പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ടാവും ഒരു വരുന്നുണ്ടാവാം. അപ്പൊ ആ പേഷ്യൻസിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാം. നോർമൽ ലൈഫ് സ്റ്റൈലിൽ വെരിക്കോസ് വെയിൻ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പാരമ്പര്യം കഴിഞ്ഞാൽ. പാരമ്പര്യമായിട്ടാണെങ്കിൽ അത് ചിലപ്പോൾ വരാം. അതല്ലാത്തവരാണെങ്കിൽ വരുത്താതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈല് ശ്രദ്ധിക്കുക. ലൈഫ് സ്റ്റൈല് തീർച്ചയായും ആയുർവേദത്തില് ഏത് അസുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണക്രമമായാലും നമ്മുടെ മാനസിക നിലവാരമായാലും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. നമ്മൾ വെരിക്കോസ് വെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ചികിത്സാ രീതികളുണ്ട് മോഡേൺ സയൻസിൽ. സർജറി പോലുള്ള ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ ഇതിന് അവൈലബിൾ ആണ്. ആയുർവേദത്തിലേക്ക് വരുമ്പോഴും പലപ്പോഴും രക്തമോക്ഷ ചികിത്സകളൊക്കെ ആയിട്ട് പല ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആയുർവേദത്തിലുള്ളത്. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അതായത് റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ റൂട്ട് കോസിനെ കൂടെ ട്രീറ്റ് ചെയ്യും. വെരിക്കോസ് വെയിനെ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക, ഹോൾ ബോഡീനെ ട്രീറ്റ് ചെയ്യും. കാരണം ആ വെരിക്കോസ് വെയിനും ആ വെരിക്കോസ് വെയിനിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനും കാരണമാവുന്നത് ഒരിക്കലും ആ വെയിൻ മാത്രമല്ല, അവരുടെ ശരീരമാണ്. അപ്പോൾ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന ചയാപചയങ്ങളുടെ പോരായ്മ കൊണ്ടും ഹൈ പ്രോട്ടീൻ ഡയറ്റ് പോലെയുള്ള അവരുടെ ഭക്ഷണക്രമം ശരിയല്ലാത്തത് കൊണ്ടുമാണ് ഇത് ശരീരത്തിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ആ വെയിനിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുത്തു കളയുന്ന പല ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാണ് സിരാവേദം, മറ്റൊന്ന് പ്രച്ഛാനം. വെയിനിൽ നിന്നല്ലാണ്ട് നമ്മുടെ ആ ഏരിയയിലുള്ള ബ്ലഡിനെ നമ്മൾ കുത്തിക്കളയുന്ന ചികിത്സയാണ് പ്രച്ഛാനം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ലീച്ച് തെറാപ്പി, അത് ജലൗകാവചരണം എന്ന് പറയും. അപ്പോൾ ഈ ലീച്ച് തെറാപ്പി നമ്മൾ അഡ്വൈസ് ചെയ്യും. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് പോയിട്ട് ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യാനല്ല. ഇതിനു മുമ്പും ഇതൊരു പഞ്ചകർമ്മ ചികിത്സയാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ബോഡീനെ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരുക്കേണ്ട ചികിത്സകൾക്കെല്ലാം ശേഷമാണ് പൊതുവേ നമ്മൾ ഈ ബ്ലഡ് ലെറ്റിംഗ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക. പിന്നെ ചില അവസരത്തിൽ നമുക്ക് അപ്പോൾ തന്നെ ഡയറക്റ്റ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് ചില കണ്ടീഷൻസ് ഡോക്ടേഴ്സിന് അറിയാം, അതനുസരിച്ചായിരിക്കും അവരത് ചെയ്യുക. ചില പേഷ്യൻസ് ഡയറക്റ്റ് വരിക എനിക്ക് സിരാവിധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ അവരുടെ ബോഡിക്ക് അപ്പം സിരാവിധം ചെയ്യാൻ ഇൻഡിക്കേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ അതിന് ഓരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജ് വൈസ് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് അതിന് കിട്ടും. എങ്ങനെയാണ് വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ കാലിലേക്ക് നീര് കാണും, ചുവപ്പ് ഉണ്ടാവും, ചുരുണ്ട് പിണഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ എല്ലാവർക്കും കാണണമെന്നില്ല, ഇച്ചിങ് ഉണ്ടാവും, ചുട്ടുപോച്ചിൽ പറയും,
ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. പ്രാരംഭ ലക്ഷണങ്ങളായിട്ടൊക്കെ നമുക്ക് പറയാവുന്ന ലക്ഷണങ്ങളായിട്ട് സംഭവം. ഇങ്ങനെയൊക്കെ. ഇനി വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പലർക്കുള്ള ഒരു സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ വെരിക്കോസ് വെയിൻ്റെ വിഷയമുള്ള ആളുകൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുമ്പോഴായാലും കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവർ എടുക്കേണ്ടത്? മസ്കുലാർ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് കാലിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ റിവേഴ്സ് മസാജ് ചെയ്യിപ്പിക്കാറുണ്ട് നമ്മൾ. ഏതെങ്കിലും ഒരു ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ആയാൽ പോലും നമുക്ക് എടുത്തിട്ട് റിവേഴ്സ് മസാജ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ മസിൽസിനും കുറച്ച് സപ്പോർട്ടീവ് ആയിരിക്കും. ഈ പറയുന്ന സാഗിങ്ങിന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതിനു പുറമെ ഈ പറഞ്ഞ ഡയറ്റാണ്. എനിക്ക് എന്ത് പറഞ്ഞാലും അതിനകത്ത് ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിൽ കൂടിയാണ് നമ്മൾ രോഗത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും പല അച്ഛനമ്മമാർക്കും ഒരു ഒപ്പിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ തലേദിവസം അവർക്ക് അപകട്ടോ പനിയോ ചുമയൊക്കെ ആയിട്ട് വരും, തലേദിവസം അതിന്റെ ആ സമയങ്ങളിൽ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ കൂടി അവര് പഠിക്കും, പാരന്റ്സും പഠിക്കും എങ്ങനെ കുഞ്ഞിന് രോഗം വരുന്നു. അപ്പൊ ആ രീതിയിലാണ് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. കാരണം തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സന്ദേശമാണ് ശരിക്കും ആയുർവേദം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി മോശമാവുന്നു, കുട്ടികളുടെ പലർക്കും ഇമ്മ്യൂണിറ്റി മോശമാവുന്നു എന്നൊക്കെ പറഞ്ഞ ധാരാളം ആൾക്കാർ വരും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി മോശമാവുന്നതിന്റെ കാരണം അവരുടെ അതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ആളുകൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് കൊറോണ പോലുള്ള വിഷയങ്ങൾക്ക് ശേഷം ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ പറഞ്ഞു വരുന്ന ഒരു പ്രയോഗമാണ് ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്റെ റീസണും ഈ ബോഡിയുടെ പൊല്യൂട്ട്സ് ആണ്. ബോഡി ടോക്സിക് ആയിട്ട് മാറുകയാണ്. കാരണം ശോധന വ്യവസ്ഥയുടെ കൃത്യതയില്ലായ്മ, പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ച് ഇല്ലേ പോലും നമ്മുടെ ബോഡിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള മെഡിക്കൽ ആയുർവേദം എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടറെ പോലുള്ള ഒരാളുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ അസുഖങ്ങളെ കുറിച്ച് മാത്രമല്ല അവരുടെ മാനസിക നിലയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്യേണ്ടത് കൂടി ഡോക്ടറുടെ ഒരു കർമ്മ മേഖലയിൽ പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജങ്ക് ഫുഡിന്റെ കാര്യം കൂടെ കുറെ പറഞ്ഞു. ജീവിത ശൈലി വളരെയധികം മാറ്റപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പഴയ കാലത്തെക്കാളും മനുഷ്യർക്ക് കൂടി വന്നിട്ടുണ്ട്. അധ്വാനം വളരെ കുറവായ ഒരു കാലഘട്ടത്തിൽ, അധ്വാനം ഇല്ല എന്നല്ല, പക്ഷെ നമ്മളെപ്പോഴും ഉദാഹരിച്ചുകൊണ്ട് പറയാറുള്ളത് പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. നമ്മളെ കായിക അധ്വാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറവാണെന്നുള്ളത്. മെന്റൽ സ്ട്രെയിൻ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പൊ ഭൂരിഭാഗം ആളുകളിലും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ. പലപ്പോഴും പറയാറുള്ളത് പ്രമേഹം നിർത്തിത്തരാന്നുള്ള വ്യാജ വാഗ്ദാനങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ആയുർവേദത്തിൽ പ്രമേഹത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടോ? ആയുർവേദത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് പലതും പ്രമേഹത്തിൽ ക്ലിനിക്കൽ സ്റ്റഡി എല്ലാം കഴിഞ്ഞ് പുറത്തുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും അഡ്വൈസ് ചെയ്യുക ജീവിതശൈലി കറക്റ്റ് ചെയ്യാനും ഡയറ്റ് മാനേജ്മെന്റുമാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രമേഹത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു പ്രോസസ്സാണോ? പ്രമേഹത്തിനെ മാറ്റി നിർത്താനും പറ്റും. പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ മാത്രമല്ല അതിനെ മാറ്റി നിർത്താനും പറ്റും. പക്ഷെ അത് 100% ആ രോഗിയുടെ ഡിറ്റർമിനേഷൻ ആണ്. തീർച്ചയായിട്ടും. പ്രമേഹം എന്ന് പറയുന്നത് ഞാനത് എടുത്ത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് ഇന്നൊരു ഏജ് കാറ്റഗറി എന്നൊന്നും ഇല്ല. പ്രമേഹം എന്നും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായി തുടങ്ങി. ഇപ്പൊ മാനസിക സമ്മർദ്ദമായി കഴിഞ്ഞാലും വളരെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് മാത്രമല്ല വളരെ ചെറിയ ആളുകൾക്കും സംഭവിക്കാവുന്ന ഒരു സംഭവമായിട്ട് BP എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാറ്റിയിട്ടുണ്ട്. പ്രമേഹ രോഗികളിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് കാലിൽ ഡയബറ്റിക് ഫുട്ട്. കാലിൽ ചെറിയൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ. നമ്മൾ കാലിലൊരു ചെറിയ മുറിവ് പോലും പ്രമേഹം ഉള്ള ഒരു അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? പണ്ട് നട്ടല് സംബന്ധ രോഗങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചികിത്സിക്കുമ്പോൾ ആദ്യം ചികിത്സിച്ചിരുന്നത്. സാധാരണ ജോയിന്റ് പെയിനുകൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ആയുർവേദത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം. സന്ധിവേദനയൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ പോയി ഒന്ന് ഒഴിഞ്ഞിട്ട് വരാം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അതേപോലെ തന്നെ ചികിത്സയിൽ ഞാൻ ജോയിന്റ് പെയിനുകളൊക്കെ ട്രീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വൂണ്ട് നോൺ ഹീലിംഗ് അൾസേഴ്സ് അതെന്റെ വീട്ടിൽ നിന്ന് അവിടെ പണ്ട് മുതലേ ചികിത്സിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പാരൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതുക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പ്രമേഹത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ പഠിക്കണമെന്നും പ്രമേഹത്തിനെ മാറ്റി നിർത്താൻ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. ഈ വൂണ്ട് മാനേജ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വിഷമമുള്ള ഒരു കാര്യമാണ്. അതേസമയം അവര് നേരത്തെ എഡ്യൂക്കേറ്റഡ് ആയാലും അവർ ആ വൂണ്ടിലേക്ക് എത്തില്ല. എത്താതെ തന്നെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇവര്
നല്ല മെഡിക്കൽ അഡ്വൈസ് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുള്ളൂ. പ്രമേഹത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് 1 ഗുളിക 2 ഗുളിക 3 ഗുളിക, അത് ആ ഗുളികയുടെ എണ്ണം അങ്ങോട്ട് കൂടി വരും, അതൊക്കെ ഇൻസുലിനിലേക്ക് കടക്കും. ഇതാണ് പ്രമേഹത്തിന്റെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈല്. പലപ്പോഴും കാലിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ കാരണം കാല് പലപ്പോഴും മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് പലരും ഗൗരവമായി കാണാത്തതുകൊണ്ട് എത്തിപ്പെടാറുണ്ട്. അപ്പോ അത്തരം രോഗങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ, അത് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും എത്തിച്ചേരാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രമേഹത്തിനെ റിവേഴ്സ് ചെയ്യാനും പറ്റും, പ്രമേഹത്തിനെ മാനേജ് ചെയ്യാനും പറ്റും. നല്ല ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ അയാളെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം. മെഡിസിൻസ് കുറെ കഴിച്ചതുകൊണ്ടല്ല പ്രമേഹത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. പ്രമേഹത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടും ശാരീരിക അധ്വാനം കുറച്ചെങ്കിലും ഒക്കെ പ്രമേഹത്തിനെ കുറയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണം. ചില പേഷ്യൻസ് ആക്സിഡന്റലായിട്ടായിരിക്കും ഡയബറ്റിക് പേഷ്യന്റ് ആവുക. ചിലപ്പം ഒരു സർജറി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റിംഗ് പീരീഡ് കൂടി പോയാൽ വീട്ടില് സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമൊക്കെ ആണെങ്കിൽ പിന്നെ കാണാറുള്ളത് മക്കളുടെ കല്യാണമൊക്കെ ആകുമ്പോൾ ഉള്ള പേരൻസ്. അപ്പൊ അവര് വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും, പിന്നെ ഭക്ഷണത്തിനൊന്നും ഒരു ലിമിറ്റും ഉണ്ടാവില്ല, അതിഥികൾ ഉണ്ടാവും. വളരെയധികം സന്തോഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ പ്രമേഹമായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അതേപോലെ റെസ്റ്റ് ഉണ്ടാവില്ല അവർക്ക്. റെസ്റ്റ് ഇല്ലായ്മ അതിനകത്തൊരു വലിയ കാരണമാണ്. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭക്ഷണത്തിന്റെ ടൈമിങ്സും ഇതൊക്കെ രോഗകാരണമായി മാറുന്നുണ്ട്. ഒരുപാട് പേര് ഷുഗർ കട്ട് എന്ന് പറഞ്ഞ ഒരു മാർഗത്തിലേക്ക് ഒരുപാട് പേര് മാറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പൊതുജനത്തിന് പൊതുവെ കുറച്ച് അവയർനെസ് ഒക്കെ വന്നു തുടങ്ങി. അസുഖം വരുത്തി ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് മുന്നേ വരാതിരിക്കാൻ നോക്കുന്നതാണ്. പുതിയ തലമുറ അതിലേക്ക് കുറച്ച് ശ്രദ്ധിക്കുന്നത് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പഴയ തലമുറയ്ക്ക് എപ്പോഴും ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ അല്ല നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇൻഫർമേഷൻസിന്റെ അവൈലബിലിറ്റി കൂടിയത് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുന്ന പോഡ്കാസ്റ്റ് പോലും ഒരു പക്ഷേ വിഷ്വലി അവർക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് സോഷ്യൽ മീഡിയ വഴിക്ക്. അത് ശരിയാണ്. പക്ഷെ അതേപോലെ തന്നെ കുന്നുകൂടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാധാരണകളും ഡയറ്റ് ഹബ്ബുകൾ ഇത്ര അധികം വന്നു ചേരുന്നത്. അതും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആയുർവേദത്തെ കുറിച്ചുള്ള ഈ മുറിവൈദ്യന്മാരായാലും ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവര് കൊടുക്കുന്ന പ്രചാരണങ്ങൾക്കും സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു പരിധിവരെ കാരണമാവുന്നത്. അതിനിപ്പോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ സർട്ടിഫൈഡ് ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ പോകണം എന്നുള്ളത് ഒരു അവയർനെസ് പൊതുജനത്തിന് വരുന്നുണ്ട്. പണ്ടത്തെ ഗവൺമെന്റും സപ്പോർട്ടീവ് ആണ്. പണ്ടത്തെ ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മള് വീടിനടുത്തൊരു വൈദ്യനുണ്ട്. പലപ്പോഴും അത് ഒരു മുറിവൈദ്യം പോലത്തെ സംവിധാനം ആണെങ്കിൽ പോലും അവിടെ ആശ്രയിക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ സുതാര്യമായി തുടങ്ങിയെന്ന് തോന്നുന്നു. പണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു വൈദ്യനുണ്ടായിരുന്നപ്പം ആ വൈദ്യനിലായിരുന്നു അവരുടെ എല്ലാവരുടെയും ഒരു ആശ്രയം. നല്ല വൈദ്യന്മാര് വളരെ സമൃദ്ധിയിൽ ഉണ്ടായിരുന്ന ഒരു നാട് തന്നെയായിരുന്നു നമ്മുടെ നാട്. അപ്പോ ആ വൈദ്യവൃത്തിയിൽ നിന്ന് അതിന്റെ ഒട്ടും മൂല്യം ചോർന്നു പോവാതെ അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്തവരാണ് ഇന്നത്തെ ആയുർവേദ പ്രൊഫഷണൽസ്. അത് തലമുറകളായിട്ട് അന്ന് വൈദ്യവൃത്തിക്ക് ഈ വൈദ്യ ചികിത്സ ചെയ്തിരുന്നവര് പഠിക്കാൻ തയ്യാറായിരുന്നവർ നന്നായിട്ട് പഠിച്ചു. അതാണ് നമ്മുടെ കേരളീയ സമാജമൊക്കെ അങ്ങനെ ആദ്യകാല ആയുർവേദ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ച് പിന്നെ പുറത്തിറങ്ങി വന്നവരാണ് അടുത്ത തലമുറ അത് പകർന്നു കൊടുത്ത് പിന്നെ അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ശാസ്ത്രം മാറിയത്. ഞാൻ വീണ്ടും നേരെ സോറിയാസിസിലേക്ക് തന്നെ വരികയാണ്. സോറിയാസിസ് ഞാനത് വീണ്ടും ചോദിക്കുന്ന ഒരുപാട് പേര് ഇത്തരം ഒരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ സോറിയാസിസിന്റെ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് വൈദ്യമന്ത്രത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിലും എന്തൊക്കെ ചികിത്സാ രീതികളാണ് ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? സോറിയാറ്റിക് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പം ഏറ്റവും ആദ്യം അവരുടെ ലൈഫ് സ്റ്റൈൽ ചോദിച്ചറിയും. അപ്പൊ അതില് ചിലര് ഇപ്പൊ പറയും ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ ജിമ്മിൽ പോകുമ്പോൾ കുറെ നട്ട്സ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ നട്ട്സ് ഒക്കെ കുറെ കഴിക്കുമ്പോൾ ഡാൻഡ്രഫ് ആയിട്ടാണ് ആരംഭിച്ചത്. പക്ഷെ അപ്പോഴും ഒരു നട്ട്സ് കഴിക്കുന്നതിന്റെ ഇൻടേക്ക് നിർത്തിയിട്ടില്ല. കാഷ്യൂസ് ഒക്കെ ഇങ്ങനെ കൂടിയ അളവിൽ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോ അത് അറിയാത്തത് കൊണ്ട് അവർ നല്ല രോഗിയായിട്ടാവും നമ്മുടെ അടുത്ത് വരിക. അപ്പൊ ഇങ്ങനെ ഹൈ പ്രോട്ടീൻ നല്ല ഇന്റൻഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നല്ല കാര്യം അധികമായാലും നല്ലതും നല്ലതാവില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ജീവിതശൈലി കറക്റ്റ് ആയിട്ടൊന്ന് ചെകഞ്ഞെടുക്കും. ചിലർക്ക് അച്ചാറിനോടായിരിക്കും ഭ്രമം. ഞാൻ കണ്ടമാനം ഈ സ്പൈസി സോർ ഐറ്റം, നമ്മള് നല്ല എരിവുള്ള നല്ല പുളിയുള്ള നല്ല ചൊടിയുള്ള ഐറ്റം
ഈ സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇൻടേക്കും ഇവർക്ക് ഇത്തരത്തിൽ സ്കിന്നിന് പ്രയാസം ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. ഈ മാമ്പഴക്കാലത്ത് നല്ല പുളിയുള്ള മാമ്പഴം അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും സ്കിൻ ഡിസീസിന് കാരണമാവും. അപ്പോൾ നമ്മൾ മാമ്പഴക്കാലത്തൊക്കെ കഴിക്കുമ്പോൾ വളരെ മിതമായിട്ട് മാമ്പഴം കഴിക്കാനാണ് സ്കിൻ പേഷ്യൻസിനോട് പറയുന്നത്. അതായത് നമ്മള് ആയുർവേദത്തിലെ പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് മാത്രമല്ല, നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭക്ഷണം പോലും നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ വളരെ ശരീരത്തിന് നല്ലതാണെന്ന് കരുതി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ബാലൻസ് നമുക്ക് വേണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെരിക്കോസിസ് വെയിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത് നമുക്ക് എങ്ങനെ തടയാം? ഇപ്പൊ നേരത്തെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതല്ലാത്ത ആളുകൾക്കും ഇത് സംഭവിക്കാമല്ലോ. ഉണ്ട്, നിന്ന് ചെയ്യുന്ന ആളുകൾക്കായിരുന്നു പണ്ട് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലോണം വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. നിന്ന് ജോലി ചെയ്യുന്നവരാവണമെന്നൊന്നുമില്ല. അപ്പൊ അതില് മനസ്സിലാവുന്നത് നമ്മുടെ ബോഡിക്ക് പ്യൂരിഫൈ ചെയ്ത് പുറന്തള്ളി വിടാൻ പറ്റുന്ന ഭക്ഷണത്തെക്കാളും വളരെ അധികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ പ്രോട്ടീനും ഇങ്ങനെയുള്ള ഫാറ്റി സബ്സ്റ്റൻസും ഒക്കെ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ മെക്കാനിസത്തിൽ തന്നെ തെറ്റുകൾ വരുന്നുണ്ട്. അതാണ് ഒരു പരിധി വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാണ്. അത് ഡയബറ്റിക് ആവാം, ഈ രക്തവാതം ആവാം, ഈ വെരിക്കോസ് വെയിനിൽ ഉണ്ടാവുന്നത് പോലെ തന്നെയുള്ള ബ്ലോക്കുകൾ നമ്മുടെ കാർഡിയാക് വെസൽസിലും ഉണ്ടാവാം. അപ്പോൾ കാർഡിയാക് വെസൽസിലേക്ക് കയറുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. വെരിക്കോസ് വെയിൻ ആകുമ്പോൾ അത്ര പേടി ഉണ്ടാവില്ല. എന്നാൽ ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ചിലപ്പം ഒരേ തരത്തിലുള്ള കാൽസിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കാലിൽ കാണുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി അത് തന്നെ നമ്മൾ ഒഴിവാക്കി പോകണം. അല്ലാതെ കാർഡിയാക് പേഷ്യന്റ് ആയാൽ മാത്രമേ ഞാൻ ഡയറ്റ് ശ്രദ്ധിക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ മെന്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ചൊക്കെ നേരത്തെ കുറെ പറഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ആർത്തവവിരാമം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. സ്ത്രീകളാണ് കൂടുതലായിട്ടും, സ്ത്രീകൾക്കാണ് അത് വരുന്നതെങ്കിലും അതിന്റെ വിഷയങ്ങൾ പലപ്പോഴും കുടുംബവഴക്കുകൾ വരെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ മെന്റൽ സ്ട്രെങ്ത്തിൽ, മെന്റൽ എബിലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരികയും ആ സ്ട്രെസ് താങ്ങാൻ പറ്റാതെ അവരെ അസ്വസ്ഥപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എത്രമാത്രം ഇന്നത്തെ കാലത്ത് ഇപ്പോഴാണ് അത് കുറച്ചും കൂടിയൊക്കെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചുകളും ഉണ്ട്. ഇവർക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനോടൊപ്പം അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ബോഡിക്ക് അമിതമായിട്ടുള്ള ഒരു ഉഷ്ണം ഉണ്ടാവുക, ഉഷ്ണത്തിന്റെ ഒരു തള്ളൽ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ മെനോപീസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. മെനോപീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ബോഡിയുടെ കൂളിംഗ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ കൂളിംഗ് ട്രീറ്റ്മെന്റ്സിൽ അവരുടെ ഡയറ്റും അതേപോലെ ചെറിയ മെഡിസിൻസും, അതായത് അവർക്ക് ജീവിതശൈലിയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന, ഇപ്പൊ രാമച്ചം വെന്ത വെള്ളം പോലെ അതേപോലെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന, എന്നാൽ അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷന് ബുദ്ധിമുട്ട് വരാത്ത അങ്ങനത്തെ ചെറിയ ഡ്രിങ്കുകൾ നമ്മൾ കൊടുത്ത്, അതോടൊപ്പം പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുത്ത് ഇവരെ ഹാൻഡിൽ ചെയ്യും. ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് കൂടുതൽ ഫീഡ്ബാക്സ് ഹസ്ബൻഡുമാരുടെ ഭാഗത്തുനിന്ന്, അതായത് അവർക്ക് വീട്ടിൽ സമാധാനമായി എന്ന് തന്നെ പറയും. അതായത് ഈ പറയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ വീട്ടില് കുട്ടികളോട് ഭയങ്കര അരകണ്ടായിട്ട് സംസാരിക്കുക, ഹസ്ബൻഡിനോട് എന്തിനും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഇൻലോസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഇതൊക്കെ അവരുടെ ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കപ്പെടേണ്ടത് സത്യത്തിൽ അത് സ്ത്രീകളുടെ മാത്രം വിഷയമല്ല, കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ഇത്തരം അവസ്ഥകളിൽ അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് വെൽനസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഒരുപാട് കോച്ചിങ് സെന്ററുകളും കോച്ചസും ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ആളുകളുടെ മെന്റൽ സ്ട്രെങ്ത് എടുക്കുന്നത്. അത് പരീക്ഷിക്കപ്പെടുന്നത് പലതരങ്ങളിലാണ്. പല ജോലികളാണ് ചെയ്യുന്നത്. ഇപ്പൊ IT ജീവനക്കാർ, മറ്റുള്ള ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ നമ്മുടെ പ്രായ വ്യത്യാസത്തിനനുസരിച്ച് ആളുകളുടെ വെൽനസിൽ വരുന്ന മാറ്റങ്ങൾ, എങ്ങനെ ഇവരുടെ ജീവിതശൈലികളൊക്കെ ഒന്ന് ക്രമീകരിക്കാം? IT പ്രൊഫഷണൽസ് ഒക്കെ പൊതുവെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരിക ഒരു 7 days അല്ലെങ്കിൽ വീക്കെൻഡ് ട്രീറ്റ്മെന്റ്, വീക്കെൻഡ് വെൽനസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിരിക്കും അവർ വന്ന് ട്രീറ്റ്മെന്റ്സ് എടുത്ത് പോവുക. അതല്ല ഇപ്പോ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ ട്രീറ്റ്മെന്റ്സ് എടുത്തുകൊണ്ട് തന്നെ, വെൽനസ് ട്രീറ്റ്മെന്റ്സ് എടുത്തുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വർക്ക് ചെയ്യാനും വരാറുണ്ട്. അപ്പോൾ അതിൽ അവരുടെ മസിൽ റിലാക്സേഷൻ, സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, നന്നായിട്ട് മെന്റൽ ബാലൻസ് അച്ചീവ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് സാധിക്കാറുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ടീച്ചേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, ഇവരൊക്കെ ഇതേപോലെ വെൽനസ് ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്കൊക്കെ കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേറ്റഡ് ലൈൻ ഉള്ളത് കൊണ്ട് അവർക്കത് അറിയാവുന്നത് കൊണ്ട് അവരൊന്ന് ട്രീറ്റ്മെന്റ് എടുത്തു പോകും.
ടൈംലി എടുക്കുകയും ചെയ്യും. ഒരു 3 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴും ഒക്കെ റിപ്പീറ്റഡ് പ്രൊസീജിയേഴ്സിന്, റിപ്പീറ്റഡ് സിറ്റിംഗ്സിന് അവർ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ഈ ഡീടോക്സിഫിക്കേഷൻ നന്നായി നടക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം വലിയ രോഗത്തിലേക്ക് പോവാതെ കുറെ നാളായിട്ടുള്ള അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ നമുക്ക് പിന്നീട് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവും. ഇത് അറിയാവുന്നവര് വന്ന ട്രീറ്റ്മെന്റ് എടുത്ത് പ്യൂരിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഫ്രീ ആവും. ഇപ്പൊ കെയർ യുവർ പേരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ഗിഫ്റ്റിംഗ് പർപ്പസ് ആയിട്ട് വരെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മുടെ പേരൻസിനെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്നായിരിക്കും ഈ കെയർ പേരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പാക്കേജുകളൊക്കെ ശരിക്കും വൈദ്യമന്ദിരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം തന്നെ പലപ്പോഴും നാട്ടിൽ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അപ്പൊ അവര് നാട്ടിൽ വരുമ്പോ അവരുടെ ആഗ്രഹം പാരന്റ്സിന് എവിടെയെങ്കിലും ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഈ പാരന്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് പിള്ളേര് വരണതല്ലേ, അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും പോണില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കൊണ്ട് ഇവർ രണ്ടുപേരുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം നിലനിൽക്കുകയും അത് നടപ്പിലാവാതെ വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ കെയർ പാരന്റ്സിനുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന താമസിക്കുന്ന മക്കൾക്ക് അവരുടെ പാരന്റ്സിനെ സെക്യൂർഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അപ്പോൾ അവര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആദ്യം ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കും. ഓൺലൈൻ കൺസൾട്ടേഷൻ ശേഷം വീട്ടിൽ വന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ വീട്ടിൽ വന്ന് കൺസൾട്ട് ചെയ്യും. ട്രീറ്റ്മെന്റ്സ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ വണ്ടി വിട്ട് പിക്ക് ചെയ്ത് ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞ് അവരെ തിരിച്ചു വിടും. അതിലും പലർക്കും സംശയങ്ങളുണ്ട്. ഇപ്പൊ ഉഴിച്ചിലൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഏത് വ്യക്തിക്കും അവർക്ക് ഏത് പ്രായത്തിലും ഉള്ളവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അല്ല, ഇതില് കാരിയർ പാരന്റ്സിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ അഭ്യംഗം, ഉഴിച്ചിൽ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ പറ്റാത്തവർക്ക് അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ കുറെ നീർക്കെട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ധാര പോലെയുള്ള ചികിത്സകൾ, അതും തൈലം ആയിരിക്കില്ല, കഷായം കൊണ്ടൊക്കെയുള്ള ധാരകളൊക്കെ ആയിരിക്കും. ഇത് കൊടുക്കുക. ഇപ്പൊ അവരുടെ ജോയിന്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ജോയിന്റിന് വേണ്ട കെയർ കൊടുക്കുക. ഇപ്പൊ കാലിൽ നീരുണ്ടെങ്കിൽ ആ നീര് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ്സ് ആന്റി ഇൻഫ്ലമേറ്ററി കൊടുക്കുക. ഓവറോൾ അവരെ ഒന്ന് ഹെൽത്തി ആക്കി തിരിച്ചുവിടുക. അപ്പൊ ഈ ഒരു കാര്യമാണ് ചെയ്യുക. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയായിരിക്കില്ല, വ്യത്യസ്ത ചികിത്സകളാവും. വെൽനസ് ആണെങ്കിൽ കൂടെ വ്യത്യസ്ത ചികിത്സകളാവും. കാരണം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് പറ്റില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് കെയർ യുവർ പേരൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു പദമാണ് കെയർ യുവർ മോം, അല്ലെങ്കിൽ പ്രസവ രക്ഷാ ശുശ്രൂഷകള്. അപ്പൊ അതും തീർച്ചയായിട്ടും വൈദ്യമന്ദിരത്തിന്റെ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ഞാൻ വിശ്വസിക്കുന്നു. അതെ, കാരിയർ പാരന്റ്സിനോടൊപ്പം തന്നെ കെയർ യുവർ മോം പറഞ്ഞ ആ ഒരു ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ജീവിതം തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഒരു അമ്മ, ഒരു കുഞ്ഞ്. അപ്പൊ അവരെ ഏറ്റവും ആദ്യം ആയുർവേദം പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ പുതിയൊരു അമ്മയാണ് ജനിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ മെന്റലി ഉണ്ടാവും, ഫിസിക്കലി ഉണ്ടാവും. ഇപ്പോ ഇൻലോസിന്റെ തരത്തിലുള്ള വീടുകളിൽ നിന്നുള്ള ചിലപ്പോൾ കോപ്പറേഷൻ കുറവ്, ചിലപ്പം ഈ കുട്ടിക്ക് ഉണ്ടാവുന്ന കുറെ കൺഫ്യൂഷൻസ്, ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ ഹസ്ബൻഡ് മനസ്സിലാകാതെ വരിക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒത്തുചേരുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന പോലെയുള്ള ഒരു ട്രീറ്റ് അല്ല പലപ്പോഴും പ്രസവവും കുഞ്ഞിനെ വളർത്തലും. അതിൻ്റെതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ മെന്റൽ വെൽനസ് അതിനകത്തും നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇന്ന് വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ സൂയിസൈഡൽ ടെൻഡൻസി പോലും കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കാനുള്ള മെന്റൽ സപ്പോർട്ടും ഒപ്പം നമ്മുടെ ബോഡിയുടെ പ്യൂരിഫിക്കേഷനും സ്ട്രെങ്തനിങ്ങുമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യമന്ദിരം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പാക്കേജാണ് ആയുർവേദത്തിന്റെ. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വൈദ്യമന്ദിരത്തിന് സ്വന്തമായി, അതായത് മെഡിസിൻസ് അവിടെ തന്നെ അവർ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? ക്വാളിറ്റി മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതും ഒത്തിരി ഷോർട്ട് ടേം മെഡിസിൻസ് നമ്മുടെ പേഷ്യൻസിന്, അതായത് നമ്മൾ ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാനെന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടെ തന്നെയാണ് മാനുഫാക്ചറിങ് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ. നമ്മളെ പരസ്യത്തിലേക്ക് പറയുന്ന പോലെ മായില്ല മന്ത്രമില്ല എന്ന് പറയുന്ന പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെഡിസിൻസ് കൊടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം. പിന്നെ നമ്മൾ പാരമ്പര്യ ചികിത്സകളാണല്ലോ, അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ മെഡിസിൻസും അതിനോടൊപ്പം ഉണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യാനും നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ കുറച്ച് പേഴ്സണലിലേക്കും വന്നോട്ടെ. നമ്മൾ ഒരു ഡോക്ടർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് തിരക്കുകൾ ജീവിതത്തിൽ ഉണ്ടാവും.
ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഡോക്ടർ? ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ലൈസ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, വൈദ്യമന്ദിരം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. വെറും ഒരു രോഗി എന്നതിലപ്പുറത്തേക്ക് ഒരു ഫാമിലി മെമ്പർ ആവുകയാണ് അവിടെ വരുന്ന ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കൗൺസിലിങ്, ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ആവുന്ന ഒരു വിശേഷം ലൈസ ഡോക്ടറുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നമ്മളിപ്പോ മുന്നേ നമ്മുടെ അടുത്ത് ചികിത്സയൊക്കെ നടത്തി പോയുള്ളവർ വീണ്ടും ഒക്കെ ഡോക്ടറെ കാണുമ്പോൾ ആ ഒരു ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ആ ബന്ധം തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ നമ്മുടെ ഊർജം. പണ്ട് വന്നിട്ടുള്ള പേഷ്യൻസ്, പിന്നീട് ഞാൻ പേഷ്യൻസിനോട് പൊതുവെ പറയാറുള്ള ഒരു കാര്യം, ഈ പ്രാവശ്യം നടുവേദനയായിട്ട് വന്നു, അടുത്ത വർഷം നടുവ് വേദന വരാതിരിക്കാനുള്ള ചികിത്സയ്ക്ക് വരണം. അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. ചില പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പരിചയം ഉണ്ടാവില്ല. ആയുർവേദം എന്ന് പറയുമ്പോൾ കുറെ പേടിച്ചിട്ടാവും വരിക. അപ്പൊ ഈ വരണ ആളുകളെ ചിലപ്പോൾ ഞാൻ മെഡിസിൻ ഒന്നും കൊടുക്കാതെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് തന്നെ വിടും. അപ്പൊ അങ്ങനെ വിടുമ്പോൾ അവർ ആയുർവേദം എന്താണെന്ന് പഠിക്കും. മരുന്ന് കൊടുത്തു വിടാതെ, കഷായോ തൈലോ കൊടുത്തു വിടാതെ ജീവിതശൈലി കൊണ്ട് എങ്ങനെ ആയുർവേദം നമ്മുടെ രോഗത്തെ മാറ്റി നിർത്തുന്നു എന്ന് പഠിപ്പിച്ചു വിടും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ആ ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരാളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് വിട്ടാൽ ആ ആള് നല്ല ഒരു ബോധവാൻ അല്ലെങ്കിൽ ബോധവതിയായി പോയിട്ടുണ്ടെങ്കിൽ ഫാമിലി അതിന്റെ കറക്ഷൻ നടത്തും. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് തലമുറകൾക്കും കൃത്യമായിട്ടുള്ള ആയുർവേദം കൂടുതൽ വേണ്ടത് രോഗികളെ അല്ല, രോഗം സംരക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ്. ഒരു വെൽനസ് ആണ് ആയുർവേദം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംഹിതകളിലൊക്കെ ആദ്യം പറഞ്ഞേക്കുന്നത് അതാണ്. പക്ഷെ ആൾക്കാർക്ക് ഇൽനെസ് ആണ് വേണ്ടത് എന്നതുകൊണ്ടാണ് ഇൽനെസ്സിലേക്ക് കൂടുതൽ. ഇൽനെസിന്റെ ഒപ്പം തന്നെ നമ്മൾ വെൽനെസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ആയുർവേദം. അപ്പൊ തീർച്ചയായിട്ടും വളരെ വിജ്ഞാനപ്രദമാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചു. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നതിലും വളരെ നല്ല രീതിയിൽ തന്നെ അത് വിശദീകരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറുടെ ആ വിലപ്പെട്ട സമയത്തിന് മീഡിയ സെന്ററിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.